സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 32-ാം ദിവസം പാണ്ഡവ കഥയാണ് കേട്ടോ. സൂതൻ തുടർന്ന് പറയാണ്, 5 പാണ്ഡവ സഹോദരന്മാർക്കും കൂടി പാഞ്ചാലി എന്നൊരു പത്നിയുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ മക്കളെയും ആ പതിവ്രത കൊടുത്തു. കൃഷ്ണന്റെ സമ്മതത്തോടെ അർജുനൻ കൃഷ്ണ സഹോദരിയായ സുഭദ്രയെ തട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു. ദ്രൗപദി പുത്രന്മാരും സുഭദ്രാപുത്രനായ അഭിമന്യുവും യുദ്ധത്തിൽ മരിച്ചു. അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തരയുടെ പുത്രൻ അശ്വത്ഥാമാവിൻ്റെ ബാണശരത്താൽ മൃതനായെങ്കിലും ശ്രീകൃഷ്ണൻ അവനെ ജീവിപ്പിച്ചു. ഈ കുട്ടിയാണ് പരീക്ഷിത്ത്. വംശം പലവിധ പരീക്ഷകളെ നേരിടുന്ന അവസരമായതുകൊണ്ട് തന്നെ ആ പേര് കുട്ടിക്ക് ഉചിതമായി തീർന്നു. ധൃതരാഷ്ട്രരുടെ മക്കളെല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പാണ്ഡവരുടെ കൊട്ടാരത്തിൽ ഭീമന്റെ കുത്തുവാക്കുകൾ കേട്ട് അദ്ദേഹം പീഡിതനായിരുന്നു. ഗാന്ധാരി പുത്രശോകത്താൽ അദ്ദേഹത്തിൻ്റെയൊപ്പം അവിടെ തന്നെ കഴിഞ്ഞു. യുധിഷ്ഠിരൻ രണ്ടാളെയും വേണ്ടതുപോലെ ശുശ്രൂഷിച്ചിരുന്നു. വിതുരർ കണ്ണുകാണാത്ത ജ്യേഷ്ഠന് ഹിതം ഉപദേശിച്ചു കൂടെയിരുന്നു. പുത്രദുഃഖം കളയാനെന്ന മട്ടിൽ ധർമ്മപുത്രർ വല്യച്ഛനെ ശുശ്രൂഷിച്ചിരുന്നുവെങ്കിലും ഭീമൻ വാക്ഷരങ്ങൾ കൊണ്ട് ആ പിതാവിനെ വീണ്ടും വീണ്ടും മുറിപ്പെടുത്തി. അന്ധനും ദുഷ്ടനുമായ നിന്റെ പുത്രന്മാരെ ഞാനാണ് കൊന്നത്. ദുര്യോധനന്റെ രക്തത്തിന്റെ സ്വാദ് എൻ്റെ നാവിൽ നിന്നും പോയിട്ടില്ല. ഇപ്പോൾ ഇതാ അവൻ്റെ അച്ഛൻ നാണമില്ലാതെ ഞാൻ കൊടുക്കുന്ന ചോറ് ഉരുട്ടി വിഴുങ്ങുന്നു. കാക്കയെ പോലെയും പട്ടിയെ പോലെയുമുള്ള ജീവിതം എന്തിനാണ്? അവൻ വെറും മണ്ടനാണ്, പറയുന്നത് കാര്യമാക്കണ്ട എന്ന് ധർമ്മപുത്രർ വല്യച്ഛനെ സമാധാനിപ്പിച്ചു വന്നു. 18 വർഷം അങ്ങനെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ധൃതരാഷ്ട്രർ വനവാസത്തിനായി യുധിഷ്ഠിരന്റെ അനുമതി തേടി. വിധിയാംവണ്ണം പുത്രന്മാർക്ക് ഉദകവും ചെയ്യണം. പൂർവ്വവൈരാഗ്യം കൊണ്ട് ഭീമൻ എൻ്റെ മക്കൾക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും വേണ്ടി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ അതിനു വേണ്ട ധനം ഒരുക്കി തന്നാൽ കർമ്മങ്ങൾ ചെയ്തിട്ട് ഞാൻ വനത്തിലേക്ക് പോയിക്കൊള്ളാം. വിതുരർ ഉപദേശിച്ചതനുസരിച്ച് ധർമ്മപുത്രർ ഉദകത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. സഭ വിളിച്ചുകൂട്ടി. ജ്യേഷ്ഠന്റെ ഉദ്ദേശം അറിഞ്ഞ ഭീമൻ കുപിതനായി പറഞ്ഞു, ഇവിടെ ഈ അന്ധൻ സുഖമായി കഴിയുന്നത് കൂടാതെ ദുര്യോധനന് ഹിതം ചെയ്യാൻ നാം ധനവും നൽകണമോ? അങ്ങയുടെ ദുഷ്ടത കൊണ്ടാണ് ഞങ്ങൾ കാട്ടിലലഞ്ഞതും ദ്രൗപദി സഭയിൽ മാനം കെട്ടതുമൊക്കെ. വിരാടഭവനത്തിൽ ഞങ്ങൾ വിടുപണി ചെയ്തതും മത്സ്യരാജാവിന് അടിമപ്പണി ചെയ്തതും നീ കാരണമാണ്. ജ്യേഷ്ഠന്റെ ചൂതിലുള്ള ഭ്രമമാണ് നമ്മെ ഈ ദുരിതത്തിലെത്തിച്ചത്. വിരാടന്റെ വലലനായി ഞാൻ പണി ചെയ്യേണ്ടി വന്നു. നമ്മുടെ അർജുനൻ പെൺവേഷം കെട്ടി ഗാണ്ഡീവം കുലയ്ക്കുന്ന കൈകളിൽ വളയണിഞ്ഞു. കീചകൻ മുതലായ പലരെയും ഞാൻ കൊന്നു. എന്നാൽ ഈ ധാർത്രരാഷ്ട്രന്മാരെ ഞാൻ വെറുതെ വിട്ടു. രാജാവായ അങ്ങ് പണ്ട് ദുര്യോധനാദികളെ ഗന്ധർവന്മാരിൽ നിന്നും മോചിപ്പിച്ചത് വിഡിത്തമാണ്. ഇപ്പോൾ കർമ്മം ചെയ്യാൻ ധനം ചോദിക്കുന്നതും അങ്ങ് തന്നെയാണ്. എന്തു പറഞ്ഞാലും ഞാൻ ധനം കൊടുക്കാൻ സമ്മതിക്കുകയില്ല. ഭീമൻ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഏതായാലും യുധിഷ്ഠിരനും നകുലനും സഹദേവനും ധനമേകിയതിനാൽ ധൃതരാഷ്ട്രർക്ക് മക്കൾക്കായുള്ള ഉദകക്രിയകൾ വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിച്ചു. ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്ത് വിപ്രദക്ഷിണകളും കഴിഞ്ഞ് ഗാന്ധാരിയോടൊപ്പം ധൃതരാഷ്ട്രർ വാനപ്രസ്ഥം തുടങ്ങി. അന്ധരായ അവർക്ക് തുണയായി കുന്തിയും അവരെ അനുഗമിച്ചു. കഠിന ഹൃദയനായ മാരുതപുത്രൻ ഭീമന് പോലും അപ്പോൾ കണ്ണു നിറഞ്ഞു. ഗംഗാതീരം വരെ അവരെ കൊണ്ടാക്കി സഹോദരന്മാർ തിരിച്ചു വന്നു. ശതയൂപ ആശ്രമത്തിൽ ഒരു പുൽക്കൊടിൽ കെട്ടി 2 അമ്മമാരും അംബികാസൂതനൊപ്പം താമസിച്ചു. മാസം 6 കഴിഞ്ഞു. യുധിഷ്ഠിരൻ അമ്മയെ കാണാൻ മോഹമായി. അദ്ദേഹം സഹോദരന്മാരോട് പറഞ്ഞു, വിതുരർ, സഞ്ജയൻ എന്നിവരോടുകൂടി വനത്തിൽ പോകാൻ തീരുമാനിച്ചു. എന്നാൽ ക്ഷണത്തിൽ അവിടെ കൂടിയ സുഭദ്ര, ദ്രൗപദി, ഉത്തര, മറ്റു നഗരവാസികൾ എന്നിവരും അവരോടൊപ്പം വാനപ്രസ്ഥരെ കാണാൻ കാട്ടിലെ ആശ്രമത്തിലെത്തി. വിതുരർ വന്നിട്ടില്ലെന്നറിഞ്ഞ് ധൃതരാഷ്ട്രർ ആ മഹാൻ എവിടെയെന്ന് തിരക്കി. അദ്ദേഹം എവിടെയോ ബ്രഹ്മധ്യാന നിരതനായി അലയുന്നുണ്ടാവും എന്നവർ മറുപടിയും പറഞ്ഞു. പിറ്റേ ദിവസം ഗംഗാതീരത്ത് പോയപ്പോൾ വനത്തിൽ വെച്ച് വിതുരരെ കണ്ടു. മുന്നിൽ ചെന്നു വണങ്ങിയ യുധിഷ്ഠിരനെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഒരു തേജപ്രഭ വിതുരനിൽ നിന്നും യുധിഷ്ഠിരനിലേക്ക് പകർന്നു. 2 പേരും ധർമാംശജരാണല്ലോ. വിതുരർ തൽക്ഷണം ശരീരം ഉപേക്ഷിച്ചു. വിരക്തനായ ഇവന്റെ ദേഹം ദഹിപ്പിക്കേണ്ടതില്ല എന്ന അശരീരി അനുസരിച്ച് അവർ ആ പിണം അവിടെ തന്നെ ഉപേക്ഷിച്ചു. അവർ ധൃതരാഷ്ട്രരെ വിതുരന്റെ ദേഹവിയോഗ വിവരങ്ങൾ അറിയിച്ചു. പാണ്ഡവർ ആശ്രമത്തിൽ തന്നെ കുറച്ചു നാൾ കൂടി കഴിഞ്ഞു. അവിടെ അപ്പോൾ വ്യാസനും നാരദരും എത്തിച്ചേർന്നു. കുന്തിദേവി പറഞ്ഞു, വ്യാസരെ, ജനിച്ചപ്പോൾ ഒരു മാത്ര കണ്ടിട്ട് ഞാൻ ഉപേക്ഷിച്ച കർണൻ എൻ്റെ മകനാണ്. അവനെ എനിക്കൊന്ന് കാണിച്ചു തരണം. അപ്പോൾ ഗാന്ധാരി പറഞ്ഞു, പോരിന് പോയ എൻ്റെ മകനായ ദുര്യോധനനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അവനെയും അനുജന്മാരെയും ഒന്ന് കാട്ടിത്തന്നാലും.
അങ്ങേക്കിത് നിഷ്പ്രയാസമാണല്ലോ. സുഭദ്ര പറഞ്ഞു, എൻ്റെ പ്രാണനേക്കാൾ പ്രിയങ്കരനായ അഭിമന്യുവിനെ എനിക്കും കാണാൻ ഏറെ കൊതിയുണ്ട്. ദയവായി അതിനുള്ള ദയവായ്പും അവിടെ നിന്ന് അങ്ങയിൽ ഉണ്ടാവണം. വ്യാസൻ എല്ലാവരുടെയും അപേക്ഷ കൈക്കൊണ്ടു. പ്രാണായാമം ചെയ്ത് സർവശക്തയും സനാതനിയുമായ ദേവിയെ അദ്ദേഹം ധ്യാനിച്ചു. പിന്നെ സന്ധ്യയായപ്പോൾ എല്ലാവരെയും ഗംഗാതീരത്തേക്ക് കൊണ്ടുപോയി. സ്നാനശേഷം എല്ലാവരും ചേർന്ന് ത്രിഗുണാത്മികയും സഗുണ നിർഗുണ ബ്രഹ്മസ്വരൂപിയുമായ ദേവിയെ സ്തുതിച്ചു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, ധർമ്മരാജാവ്, കുബേരൻ എന്നിവരൊക്കെ ഇല്ലാതായാലും ദേവി ഇവിടെ എങ്ങുമെങ്ങും എന്നുമെന്നും വിരചിക്കുന്നു. അവിടുന്ന് പഞ്ചഭൂതങ്ങളായ ആകാശം, വായു, ജലം, അഗ്നി, ഭൂമി എന്നിവയ്ക്കും മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾക്കും മീതയാണ്. അവിടുന്ന് സൂര്യചന്ദ്രാദികളെ വെല്ലുന്ന പ്രഭയുള്ള പരമ്പൊരുളാകുന്നു. വിവേക ബുദ്ധിയുള്ളവർക്ക് പോലും അറിയാൻ കഴിയാത്തതാണ് അവിടുത്തെ മഹത്വം. സമഷ്ടിയെ മുഴുവനായി ഹൃദന്തത്തിൽ ഒതുക്കി ഹിരണ്യഗർഭനെ സമാധിസ്ഥിതിയിൽ വെച്ചുകൊണ്ട് കൽപ്പാന്തകാലം മുഴുവൻ അവിടുന്ന് സർവസ്വതന്ത്രയായി വിരചിക്കുന്നു. മരിച്ചവരെ കാണിച്ചു കൊടുക്കണമെന്ന് ഇവർ എന്നോട് ആവശ്യപ്പെടുന്നു. അമ്മ ഈ അഭിഷ്ടം സാധിപ്പിച്ചാലും. സൂതൻ തുടർന്നു, മായാദേവി മരിച്ചുപോയ രാജാക്കന്മാരെ വിണ്ണിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് ഇഷ്ടജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. കുന്തി, ഗാന്ധാരി, സുഭദ്ര, ഉത്തര, പാണ്ഡവർ എന്നിങ്ങനെ എല്ലാവരും സന്തുഷ്ടചിത്തരായി. പിന്നീട് വ്യാസൻ അവരെയെല്ലാം ദേവീകൃപയാൽ തിരികെ അയച്ചു. എല്ലാവരും അവരവരുടെ ഇടങ്ങളിലേക്ക് തിരിച്ചുപോയി. യുധിഷ്ഠിരൻ വ്യാസകഥയും പര്യാലോചിച്ചുകൊണ്ട് ഹസ്തിനാപുരിയിലേക്ക് തിരിച്ചുപോയി. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ.